എന്ത് കമ്മ്യൂണിസ്റ്റുകാർ, എന്ത് മാർക്സിസ്റ്റുകാർ? ഇതാ നിങ്ങൾ ഈ പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചുകൊണ്ട് അതിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഓരോ പ്രവർത്തനം എടുത്ത് എണ്ണി നോക്കിയിട്ട് ഒരു മാർക്സിസ്റ്റുകാരനെ തിരഞ്ഞെടുത്ത് തരും. നേരത്തെ മാർക്സിസ്റ്റുകാരായിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച മുസ്ലിം സഹോദരന്മാരുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ. അതല്ലാതെ നിങ്ങൾക്ക് ഏത് നാട്ടിലാണ് ഇതിൽ മാർക്സിസ്റ്റുകാരനാണ് എന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുക? അങ്ങനെ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റും ഇല്ലല്ലോ. ഒരു കാര്യമുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ തീരുമാനത്തൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത ദീനാണ് പ്രചരിപ്പിക്കുന്നത്. ആ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസിനില്ല, ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി സമസ്തൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ, അവരെയാണ് ഈ വ്യാജന്മാരായി മാർക്സിസ്റ്റുകാരായി പാണക്കാട് വിരുദ്ധരായി ആരോപിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെയുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റവും വലിയ പാണക്കാട് വിരുദ്ധന്മാർ, ഞാൻ ചോദിക്കട്ടെ, പരസ്യമായിട്ടാണത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ അരവരി പറഞ്ഞതായിട്ടോ എഴുതിയതായിട്ടോ ഒരു തെളിവ്, ഞാനീ പറഞ്ഞ വാക്ക് എന്നും നിലനിൽക്കും, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാനിത് പറയുന്നത് ഈ പ്രവർത്തകരെ കുറിച്ച്, ഈ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളെപ്പോലുള്ള വിനീതരായ പ്രവർത്തകരെ കുറിച്ച് ദുരാരോപണം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഞാനത് ഏറ്റുപിടിക്കേണ്ടതുണ്ടോ? ഗൗരവമുള്ള വിഷയമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയും, ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയും. പക്ഷെ ശരീഅത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ MSFൻ്റെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്ത് വരുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചെറുപ്പക്കാർ, സമസ്തൻ്റെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരല്ലേ, ഞങ്ങൾ തിരിച്ചു മറുപടി പറയില്ലേ? അത് സ്വാഭാവികമാണ്. മുത്തലാഖ് നിരോധിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയുമ്പോൾ കോടതി നിരോധിക്കുന്നതിന് മുമ്പ്, ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിരോധിക്കുന്നതിന് മുമ്പ് നിരോധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അത് ശരിയല്ല, തെറ്റാണ്, മുത്തലാഖ് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിച്ചതാണെന്ന് പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മുസ്ലിം ലീഗിനെതിരെ, പാണക്കാട് തങ്ങന്മാർക്കെതിരെ അരവരി എഴുതിയതോ ഒരു വാക്ക് വോയിസ് രേഖപ്പെടുത്തിയതോ ഒരു പ്രസംഗം നടത്തിയതോ ഒന്ന് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇവരൊക്കെ ചെയ്ത തെറ്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട് സമസ്തൻ്റെ കൂടെ ഉറച്ചുന്നു, ദീൻ്റെ കൂടെ ഉറച്ചുന്നു എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ ഇനിയും ഉറച്ചു തന്നെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. നമുക്ക് മരിച്ചു പോകണ്ടേ? ഇതൊന്നും ശാശ്വതമായ ജീവിതമല്ല. എത്ര നല്ല ചെറുപ്പക്കാരാണ് 60-70 വയസ്സാകാൻ കാത്തു നിൽക്കാതെ ബ്ലഡ് ക്യാൻസറാണ് ഇനി രക്ഷാമാർഗമല്ല എന്ന് പറഞ്ഞ് വിധി എഴുതപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? മാരകമായ രോഗങ്ങൾക്ക് വിധേയമായ ചെറുപ്പക്കാരില്ലേ? മരണം ഏത് നിമിഷവും നമ്മൾ തേടി വന്നേക്കാം. ഇത് ശാശ്വതമായ ജീവിതമല്ല. ഈ ജീവിതം എത്ര സന്തോഷമായിട്ടും കാര്യമില്ല. മരിച്ചട് പോകുമ്പോൾ അപ്പുറം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടണം, സ്വർഗം കിട്ടണം. സ്വർഗം കിട്ടാൻ ഒരു വഴിയില്ല. ദീൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. മുജാഹിദ് പ്രസ്ഥാനം തെറ്റായ ആശയം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യം മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജമാഅത്തെ ഇസ്ലാമി തെറ്റായ ആശയം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ തർക്ക വിതർക്കങ്ങളേക്കും നമ്മൾ പോകേണ്ടത്. നമ്മുടെ മഹാന്മാർ വളരെ ശാന്തമായി ഈ കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളൊക്കെ ആയതുകൊണ്ട്, വലിയ ആളുകളൊക്കെ ആയതുകൊണ്ട് ഭിന്നിപ്പ് ഉണ്ടാക്കേണ്ട, എങ്ങനെയെങ്കിലും നീക്കുപോക്കുണ്ടാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല നിലക്ക് പോകാൻ പറ്റുമോ എന്ന നിലയിൽ വളരെ ശാന്തമായി ക്ഷമാപൂർവ്വം മുന്നോട്ട് പോകണം. നമ്മളൊക്കെ പലപ്പോഴും വികാരഭരിതരാകുമ്പോഴും നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ സാദാത്തുക്കളും പ്രശ്നം തീരാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ, മുസ്ലിങ്ങൾക്ക് ഭിന്നിപ്പ് ഒഴിവാക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സമസ്ത ചെയ്ത തെറ്റെന്താ? നിങ്ങൾ നിഷ്പക്ഷമായി ചെയ്ത് സമസ്ത ചെയ്ത തെറ്റെന്താണ്? സമസ്തക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പട്ടിക്കാട് ജാമിയനൂരുണ്ട്, അതിന് 10-60ഓളം ജൂനിയർ കോളേജുകളുണ്ട്. നന്ദി ദാറുസ്സലാം കോളേജുണ്ട്, അതിനിതുപോലെ ഒരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. കടമേരി റഹ്മാനിയ കോളേജുണ്ട്, അതിനൊരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി ഉണ്ട്, അതിനൊരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. വാഫി കോളേജുണ്ട്, അതിനൊരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. ഇർഫാനിയ കോളേജുണ്ട്, ഒരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. അഷരിയ കോളേജുണ്ട്, ഒരുപാട് ജൂനിയർ കോളേജുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും അതിൻ്റെ ജൂനിയർ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊക്കെ പഠിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. ഇതൊക്കെ സ്ഥാപിച്ച് സമസ്തയുടെ കീഴിലാണ്. വളരെ ശാന്തമായി സമസ്തയുടെ ആശയത്തിന് ശക്തി പകർന്നുകൊണ്ട് പരിശുദ്ധ ദീൻ സുന്നത്ത് ജമാഅത്തനുസരിച്ച് പഠിച്ച് പുറത്തു വരുന്ന നല്ല പണ്ഡിത സുഹൃത്തുക്കളെ പുറത്തിറക്കുന്ന ഉന്നതമായ സ്ഥാപനങ്ങൾ. അതിനൊരു സ്ഥാപനം വഴി തെറ്റിപ്പോവുകയാണെങ്കിലോ? നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ച് നോക്ക്. വാഫി പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന പണ്ഡിതൻ
ആ സ്ഥാപനത്തിലെ കുട്ടികളെ സമസ്ത പറഞ്ഞ അങ്ങനെ തന്നെ സുന്നത്ത് ജമാഅത്ത് തീവ്രത വേണ്ട, കുറച്ചൊക്കെ മുജാഹിദും ജമാഅത്തും നമുക്കാകാം, ലോകത്തറിയപ്പെട്ട ഇഖ്വാനുൽ മുസ്ലിമീൻ അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനത്തെ സംഘടനകളൊക്കെ നമ്മൾ നീക്കുപോക്കുണ്ടാക്കി പോകാം, അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ രാഷ്ട്രീയത്തിലല്ല പറയുന്നത്. ദീനിൻ്റെ കാര്യത്തിൽ അവരുമായി നീക്കുപോക്കുണ്ടാക്കുന്ന രീതി വന്നാൽ, അവരുടെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ അവരുടെ നേതാക്കന്മാരെ കൊണ്ടുവന്നാൽ, ഞാൻ സാങ്കല്പികല്ല പറഞ്ഞ ഉണ്ടായ സംഭവങ്ങളായി പറയുന്നത്, അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ സെമിനാറിൽ പോയി നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ, അവരുടെ സ്ഥാപനങ്ങളിൽ പോയി അവരുടെ കൂടെ നമ്മൾ ക്യാമ്പുകൾ പങ്കെടുത്താൽ, എന്നിട്ട് അവിടെ നേതാക്കന്മാർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നു, ഞങ്ങളുടെ കൂടെ ഇന്ന സമസ്തൻ്റെ ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഉണ്ടു, നിസ്കരിച്ചു, ഉറങ്ങി, ഒരുമിച്ച് കൂട്ടുകൂടി നടന്നു. എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ? സമസ്തയുടെ സമുന്നതമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരായ കിതാബുകൾ പാഠ സിലബസിൽ ഉൾക്കൊള്ളിച്ചാൽ എന്ത് ചെയ്യണം? സമസ്ത പക്വതയോടുകൂടി ആ കാര്യം തിരുത്താൻ വേണ്ടത് ചെയ്യണം. സമസ്ത അത് മാത്രം ചെയ്തത്. നിങ്ങളെങ്ങനെ പരിശോധിച്ചാൽ അതിൻ്റെ അപ്പുറം ഒന്നും കാണില്ല. 1.5 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ശ്രമം നടത്തി, ഒന്ന് തിരുത്തി കിട്ടാൻ വളരെ നല്ല ശ്രമങ്ങൾ നടത്തി. എങ്ങനെ ശ്രമം നടത്തി വിജയിക്കാഞ്ഞിട്ട് ലാസ്റ്റ് ബഹുമാന്യനായ സമസ്തയുടെ ഉപാധ്യക്ഷൻ കൂടിയായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദു, ആ വലിയ മഹാത്മാവിൻ്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരോടൊപ്പം ജന്നാത്തുൽ നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൈദരലി ശിഹാബ് വികാരഭരിതനായ ഒരു മുഷാവറയിൽ പറഞ്ഞു, ഞാൻ അയാളോട് പറഞ്ഞു നോക്കട്ടെ ഇനിയാണ്. തങ്ങൾ ദേഷ്യം വന്ന് അങ്ങനെ പറയും. ആളെ വിളിച്ച് സംസാരിച്ചു. സമസ്ത പറയുന്ന രീതിയിൽ പോകണം. തങ്ങൾ അവസാന ഘട്ടമാണ്. തങ്ങൾ ഉസ്താദുമാരെ വിളിച്ചു പറഞ്ഞു, ഞാനോട് പറഞ്ഞിട്ടുണ്ടോ? അതിനും വഴങ്ങുന്നില്ല. പിന്നെ സമസ്തക്ക് എന്താ ചെയ്യാൻ പറ്റുക? സമസ്ത ഒരു സംഘടനയല്ലേ. സമസ്തൻ്റെ സംവിധാനവുമായി സമസ്തക്ക് മുന്നോട്ട് പോകണ്ടേ? ഈ ജനസമൂഹത്തെ എന്തെങ്കിലും സമസ്തയുടെ നേതാക്കന്മാർക്ക് ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒന്നുമില്ല. സമസ്തക്ക് ഈ സംവിധാനം നിലനിർത്തണം, അടുത്ത തലമുറക്ക് സുന്നത്ത് ജമാഅത്തിനെ പരിക്കേൽക്കാതെ കൈമാറണം. ഗത്യന്തരമില്ലാതെ അവസാന ഘട്ടത്തിൽ ഈ കക്ഷിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. സ്വാഭാവികമല്ല. ഏതൊരു സംഘടനയും പോഷക ഘടകം മര്യാദയ്ക്ക് പോകുന്നെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക ലാസ്റ്റ് ഘട്ടം അച്ചടക്ക നടപടി സ്വീകരിക്കലല്ലേ പതിവ്. സമസ്ത ചെയ്തിട്ടും സമസ്ത വളരെ സാവകാശം ഈ കാര്യം കൈകാര്യം ചെയ്തു. അത് നാട് നീളെ ചോറാക്കി ഭയങ്കര വിവാദവും പ്രശ്നവും കുഴപ്പമാക്കി ഒന്നും നടന്നിട്ടില്ല. ആ നടപടി എടുത്തു. എന്നിട്ടും ഒരുപാട് ആളുകൾ ഇടപെട്ട് ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ നടത്തി. പല തീരുമാനങ്ങളും പുറത്തറിയിക്കാത്ത ഒരുപാട് തീരുമാനങ്ങൾ ഉള്ളിൽ നടന്നിട്ട് അതൊക്കെ ലംഘിക്കപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വർഷങ്ങൾ പിന്നിടുകയാണ്. അവസാനം നമ്മൾ മുസ്ലിം കേരളത്തിലെ പ്രമുഖരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ വളരെയേറെ ബഹുമാനിക്കുന്ന 5 നേതാക്കന്മാർ, ഒന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റൊന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റൊന്ന് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മറ്റൊന്ന് MT ഉസ്താദ് അബ്ദുള്ള മുസ്ലിയാർ, മറ്റൊന്ന് കൊയ്യോട് ഉമർ മുസ്ലിയാർ. തുടക്കത്തിൽ ആലിക്കുട്ടി സാഹിബ് പങ്കെടുത്തു. ഇദ്ദേഹം രോഗബാധനം ലാസ്റ്റ് പങ്കെടുത്തില്ല. ഈ 5 പേരിരുന്നിട്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാതെ പറ്റൂല. ഇതൊക്കെ സുന്നികളാണ്, ഒക്കെ നമ്മൾ ആൾക്കാരാണ്, തമ്മിലടിപ്പിക്കാൻ പാടില്ല. ഇത് നിങ്ങളൊരു പഞ്ചായത്തിന് മാത്രമല്ലേ കേസ്. ഏത് ഗൾഫ് രാജ്യങ്ങൾ ചെന്നാലും മലയാളി മുസ്ലിങ്ങളുടെ ഏത് മേഖലയിലും പരസ്പരം നമ്മൾ തമ്മിൽ തെറ്റിച്ചത് ആരാണ്? നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ 2 വിഭാഗമാക്കേണ്ട ആളുകളാണ്, ഒരുമിച്ച് പോകേണ്ട ആളുകളാണ്. പുതിയൊരു ആശയം ഉണ്ടെങ്കിൽ തിരക്കിടില്ല. AP വിഭാഗവുമായി തെറ്റാൻ നമുക്ക് ന്യായമായ കാരണങ്ങളുണ്ട്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഭിന്നിപ്പുണ്ടാക്കിയത്? ഇവർ ഗൗരവമായി ആലോചിച്ചു, നമുക്ക് ഈ ഭിന്നിപ്പ് അവസാനിപ്പിക്കണം. ഇതിങ്ങനെ പോകാൻ പറ്റില്ല. ഈ 5 ആളുകൾക്ക് ചർച്ച നടത്തണമെങ്കിൽ തുടർച്ചയായി ചർച്ച നടത്താൻ ഡേറ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാമല്ലോ. 3-4 മാസത്തിനകം 3 സിറ്റിംഗ് നടത്തിയാൽ മതി. ആരും അറിയാതെ പറഞ്ഞാൽ അപ്പോഴേക്ക് ചാനലുകൾ വാർത്ത ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, അതിൽ മണ്ണെണ്ണ വാരും. കോഴിക്കോട് ഹോട്ടൽ വെച്ച് 2 തവണ, കൊണ്ടോട്ടിൽ ഹോട്ടൽ വെച്ച് ഇങ്ങനെ ചർച്ച നടത്തി ശാന്തമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾക്ക് തീരുമാനങ്ങൾ, അന്തിമമായ മധ്യസ്ഥ തീരുമാനങ്ങൾ കൃത്യമായി എഴുതിയുണ്ടാക്കി. ആ തീരുമാനങ്ങൾ എഴുതിയുണ്ടാക്കി ലാസ്റ്റ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവസാനത്തെ സിറ്റിംഗ് പറഞ്ഞ വാക്കുണ്ട്, ഈ തീരുമാനങ്ങൾ ഇനി CIC അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ സമസ്തൻ്റെ ഭാഗത്ത് പുതിയ ക്രമപ്രശ്നം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഉണ്ടാവില്ല, സമസ്തക്ക് തന്നെ പ്രശ്നമുള്ളൂ എന്ന് ഉസ്താദുമാർ പറഞ്ഞു. ഇനി ഇതും CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ
ബഹുമാനപ്പെട്ട സാദിഖ് ഷിഹാബ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കുക, തങ്ങൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അതോടെ ഈ പ്രശ്നം നമുക്ക് തീർക്കണം. ഇനി ഇതിൻ്റെ ബാക്കിൽ കൂടാനാവില്ല. എന്നിട്ടോ 2 കൊല്ലം പിന്നിട്ടു. ഈ തീരുമാനങ്ങൾ സമസ്ത മുഷാവറ കൊടുത്തു. മുഷാവറ അംഗീകരിച്ചു. മുഷാവറ അവർക്ക് അയച്ചു കൊടുത്തു. അവർ സെനറ്റ് കൂടി പാസ്സാക്കേണ്ടതാണ്. പാസ്സാക്കിയില്ലെന്ന് മാത്രമല്ല, അത് പാസ്സാക്കാൻ വേണ്ടി കൂടിയ യോഗത്തിൽ വെച്ച് സമസ്തക്കെതിരെ 2 പ്രമേയം തിരിച്ചത് അംഗീകരിച്ചു. നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നിലയിൽ ധിക്കാര സ്വഭാവം കാണിക്കുന്ന ഈ ഒരു വിഭാഗത്തിനെതിരെ സമസ്ത ഇന്നും പച്ചയായതിൻ്റെ യഥാർത്ഥ ചിത്രം മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ വെച്ച് കൊടുത്തിട്ടില്ല. കാരണം അതിലൊരു ഒതുക്കം, അടക്കം, ഇനിയും ഒന്നുകൂടി ക്ഷമിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലപ്പുറം സമസ്തക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറയൂ, സമസ്തയുടെ ഭാഗത്ത് എന്താണ് തെറ്റ്? അല്ല, സമസ്തൻ്റെ ആൾക്കാരുടെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്ന ആരോപണം തെളിവ് നിങ്ങൾ ഉദ്ധരിക്കുക. സമസ്തയിലെ ആളുകൾ പാണക്കാട് തങ്ങന്മാർക്ക് എതിരാണ്, തെളിവ് നിങ്ങൾ ഉദ്ധരിക്കുക. ഈ കളവുകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതനുസരിച്ച് ചില കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ നമ്മളും കുറ്റക്കാരാവും. നിജസ്ഥിതി അന്വേഷണം ബോധ്യപ്പെടണം. നിങ്ങൾക്ക് ചോദിക്കാം, അന്വേഷിക്കാൻ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ. ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഏത് നിമിഷവും ബന്ധപ്പെടാൻ കഴിയുന്ന ആളാണ്. അങ്ങനെ തെളിവ് കിട്ടിയാൽ കൊണ്ടുവരും. നിങ്ങൾ ഞാൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് എഴുതിയിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെ വെറുതെ ദുരാരോപണങ്ങൾ ഉന്നയിക്കേ. ആ ദുരാരോപണങ്ങളൊന്നും താൽക്കാലികമായി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പിൽക്കാലത്ത് തിരുത്തപ്പെടും, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. നമ്മൾ എന്ത് പറഞ്ഞില്ലെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും. അതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് ഈ തഹയ്യ ഫണ്ടിൻ്റെ വലിയ കുതിച്ചുള്ള മുന്നോട്ടുള്ള ഈ പോക്ക്. 35 കോടികൾ പിന്നിട്ടു, കഴിഞ്ഞിട്ടില്ല എപ്പോഴും. ഓടിക്കൊണ്ട് എങ്ങനെ നോക്കിയാൽ കാണാം, അങ്ങനെ 1000, 10,000 ലക്ഷങ്ങളായി അടുത്ത് ഇങ്ങനെ ലക്ഷങ്ങൾ കോടി അടുത്തെങ്കിൽ മാറി മറിഞ്ഞ് ഇങ്ങോട്ടിരിക്കുക ആളുകൾ, സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുന്നത്, ബാക്കിയുള്ളതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണ നമ്മൾ വഞ്ചിതരാകരുത്. നമ്മളെ ആളുകൾ തമ്മിൽ ഭിന്നിപ്പിക്കരുത്. ഭിന്നിപ്പിക്കാൻ വളരെ ഗൗരവമുള്ള കുറ്റാണ്. മുസ്ലിങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ നമ്മൾ അവിടെ ഉറച്ചു നിൽക്കണം. സമസ്തക്ക് ചില നിലപാടുകളുണ്ട്. അത് സമസ്ത വെറുതുണ്ടാക്കിയ നിലപാടല്ല. മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനം, ബിദഅത്ത് പ്രസ്ഥാനം അകലം പാലിക്കണം. അത് അകലം പാലിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകുമെന്ന് പറഞ്ഞ ആര് രംഗത്ത് വന്നാലും സമസ്തക്ക് അവർ അംഗീകരിക്കാൻ കഴിയില്ല. സമസ്തക്ക് അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും അതങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടല്ലേ നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ടല്ലേ മുജാഹിദ് ചിഹ്ന ഭിന്നമായത്. 100ാം വാർഷികം മുജാഹിദ് ആഘോഷിച്ചല്ലോ. കടപ്പുറത്ത് ചെറിയൊരു പരിപാടി വെച്ചു, ചന്ദ്രിക ലേഖനം വന്നു, കഴിഞ്ഞില്ലേ? ആരെങ്കിലും അറിഞ്ഞോ? എന്താ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്ന ഒരാളില്ല എന്ന് പറഞ്ഞു. ലാ ഇലാഹ പുതിയ കൃത്രിമമായ അർത്ഥം കെട്ടിച്ചമച്ചുണ്ടാക്കി. ആ സമയത്ത് സമസ്ത കൃത്യമായി പറഞ്ഞു, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചരിത്രത്തിൽ ആരും അർത്ഥം പറഞ്ഞിട്ടില്ല. സ്വഹാബികളോ താബികളോ മുഫസ്സിറുകളോ മുഹദ്ദിസുകളോ ആരും പറഞ്ഞിട്ടില്ല. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാജമായ അർത്ഥമാണ്. കലിമത്ത് തൗഹീദിൽ അങ്ങനെ അട്ടിമറി നടത്തുന്നത് അപകടകരമാണ്. അവരെന്തിനങ്ങനെ അർത്ഥം പറയുന്നോ? നമ്മൾ മഹാനായ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം നമ്മൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നഫറല്ലാഹു മർഖദഹു, മഹാനുള്ള ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ നാട്ടിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു സുന്നത്ത് ജമാഅത്തും സമസ്തയും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ മഖാമിൽ നമ്മൾ ചെന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേരെ നിന്നിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക വലിയല്ലാഹ് വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, നാളെ ഞങ്ങളും ഇങ്ങോട്ട് മടങ്ങി വരാനുള്ള ആൾക്കാരാണ്. സലാം പറഞ്ഞു. എന്നിട്ട് ഫാത്തിഹയ്ക്ക് ദുആ ചെയ്തു. ദുആ ചെയ്യുമ്പോൾ സുന്നത്ത് അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യണം. അങ്ങനെ തവസ്സുലൊക്കെ ചെയ്ത് ദുആ ചെയ്യുന്ന വിശദാംശങ്ങൾ എങ്ങനെ പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാവ് നമ്മൾ സിയാറത്ത് ചെയ്തത് അറിയും, നമ്മളെ കാണും. ജീവിതകാലത്ത് കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും കണ്ടാൽ തിരിച്ചറിയും. ഇതൊക്കെ ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെ തന്നെ പറഞ്ഞ ഹദീസ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന വഹാബി പ്രസ്ഥാനത്തിന് സ്വീകാരനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ ഉദ്ധരിച്ച ഹദീസ, മാ മിൻ മുഅ്മിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുഅ്മിൻ. ഏതൊരു മുഅ്മിനായ മനുഷ്യനും തൻ്റെ ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ അടകിലൂടെ കടന്നുപോയാൽ കാന യാരിഫുഹു ഫി ദുനിയ, ഈ ഖബറാളിക്ക് ജീവിതകാലത്ത് ഈ സന്ദർശകനെ തിരിച്ചറിഞ്ഞതെങ്കിൽ വസല്ലമ അലൈഹി, ഇവൻ സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്താൽ ഇല്ലാ അറഫഹു, ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്.
സാധാരണക്കാരൻ നമ്മുടെ ഉമ്മാൻ്റെ കബറിങ്ങനെ വെള്ളിയാഴ്ച പോയി നോക്കി. ഞാൻ വെള്ളിയാഴ്ച ഉദാഹരണം പറയാൻ കാരണം വെള്ളിയാഴ്ച കബറിലെ റൂഹും ഈ കബറും തമ്മിൽ പ്രത്യേക കണക്ഷൻ ഉണ്ടാകുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ഉറപ്പായിട്ടും തിരിച്ചറിയാം. മറ്റു ചില ദിവസങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഖബറിൻ്റെ വെള്ളിയാഴ്ച ഞാൻ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് ഒന്ന് സിയാറത്ത് ചെയ്ത് ഫാത്തിഹ ദുആ ചെയ്ത് എൻ്റെ ഉമ്മ മനസ്സുകൊണ്ട് സന്തോഷിക്കും, മനസ്സ് കുളിരണിയും. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്നെ മറന്നിട്ടില്ലോ, എനിക്ക് വേണ്ടി ഫാത്തിഹ എന്നെ സിയാറത്ത് ചെയ്തല്ലോ എന്ന്. സ്വഹീഹ സംഭവമല്ലേ? മഹാത്മാക്കളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്, സാധാരണ മനുഷ്യരെ കുറിച്ചല്ല. ആ മഹാത്മാക്കൾ നമ്മൾ സിയാറത്ത് ചെയ്ത് അവിടെ വെച്ച് ദുആ ചെയ്ത് ഇവരെ മുൻനിർത്തി ദുആ ചെയ്ത് തിരിച്ചറിയുമ്പോൾ കേൾക്കുമ്പോൾ അവരെ മനസ്സൊന്ന് വിചാരിച്ചാൽ പോരെ, പഠിച്ചോനെ എത്രയോ ദൂരത്തുനിന്ന് അല്ല എൻ്റെ നാട്ടുകാരനെ എൻ്റെ അടുത്ത് വന്ന് ദുആ ചെയ്തിട്ടുള്ളത് കബൂലാക്കണമെന്നൊരു ചിന്ത അവരെ മനസ്സിൽ വന്നാൽ അള്ളാഹു കബൂലാക്കും. അപ്പം മറഞ്ഞ വഴിക്ക് നമുക്ക് ഉപകാരം കിട്ടി തൃപ്പഞ്ച് ഉസ്താദിൽ നിന്ന്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാൻ അല്ലാഹ് അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഓ അപ്പോൾ ഇവിടെ കഴിയുന്നു വിശ്വസിച്ചു, അപ്പോൾ മുശ്രിക്കായി ഇസ്ലാം എന്ന് പുറത്തു പോയി. ഇതാ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എത്ര പ്രസംഗമാണ് ആ കാലത്തൊക്കെ വെച്ചിട്ടുള്ളത്, എത്ര സംവാദമാണ് വെച്ചിട്ടുള്ളത്, എത്ര പുസ്തകങ്ങളാണ്, എത്ര മാസികകളാണ് പ്രസിദ്ധീകരിച്ചത്, എത്ര ലേഖനങ്ങളാണ് എഴുതിയത്. നിരന്തരം ചർച്ച ജനസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. വളരെ കൃത്യമായി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ അവസാനം അവർക്ക് സംഭവിച്ച അപചയം നമ്മൾ ഓർക്കണം. ഇന്ന് അവർക്ക് നമ്മൾ സമസ്ത ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാനില്ല. എടാ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും പിശാചിന് കഴിയില്ലേ എന്നുള്ള ചോദ്യം. പിശാചിന് കഴിയില്ലേ? ആദ്യകാലത്തൊക്കെ പറഞ്ഞു പിടിച്ചു, പിശാചന് അങ്ങനെ പിശാചൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരുപാട് പരിഭാഷയിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിശാച്ച് പറഞ്ഞാൽ അതൊന്നും അല്ല, അതൊക്കെ ജിന്ന് എന്ന് പറഞ്ഞാൽ അതൊക്കെ രോഗാണുക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. ഇപ്പം മുജാഹിദ് പിളർന്നപ്പോൾ അല്ലല്ല ജിന്നുണ്ട് ശൈത്താനുണ്ട് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞപ്പോൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞെടുത്ത് അപ്പം ജിന്നുകൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ലേ, പിശാചിന് ഉപദ്രവിക്കാൻ കഴിയില്ല മറഞ്ഞ വഴിക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം രണ്ട് തട്ടായി പിരിഞ്ഞു. പിന്നെ വ്യത്യസ്ത വിഘടിച്ച് പോയി പരസ്പരം ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തമ്മിലടിച്ചുകൊണ്ട് മുസ്ലിം ജനസമൂഹം നോക്കി നിൽക്കുകയാണ്. ഈ തൗഹീദിന്റെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സംഘടനാ സമ്മേളനം പോലും 100ാം വാർഷികം പോലും വിജയിപ്പിക്കാൻ പോയിട്ട് ഭംഗിയായ ഒരു പരിപാടി പോലും എവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. സമസ്തയുടെ കാരണം അല്ലെങ്കിൽ നമ്മളൊക്കെ വഴിതെറ്റിപ്പോകേണ്ട ഗതികേടുണ്ടാവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ സുഹൃത്ത് സത്താർ എത്തിയിട്ടുണ്ട്. ഇതുപോലെ എവിടെയാണോ അപാകത അവിടെ സമസ്ത തിരുത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമല്ലേ, വളരെ വ്യക്തമല്ലേ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരർത്ഥം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭരണകൂടമല്ലാത്ത മറ്റൊരു ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല. അപ്പം അനുസരിച്ചാലോ ലാ ഇലാഹക്കെതിരാണ് ഷിർക്കായി. അപ്പം ഇന്ത്യ ഗവൺമെൻറ് അനുസരിക്കാൻ പാടില്ല, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല, ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, ഇന്ത്യയിൽ ഗവൺമെൻറ് ജോലി സ്വീകരിക്കാൻ പാടില്ല, ഇന്ത്യയിൽ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങൾ നടത്താൻ പാടില്ല, സ്കൂൾ നടത്താൻ പാടില്ല, അവിടെ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടില്ല, പ്രൈവറ്റ് സ്കൂളുകൾ സ്ഥാപിച്ചു. ഈ നിലയ്ക്ക് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു പറഞ്ഞു, കൃത്യമായി പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ സംഘടനയാണെന്ന് പറഞ്ഞത് കൃത്യമായി ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ ശിർക്കൊക്കെ മാറ്റി മതം പറച്ചിൽ നിർത്തി രാഷ്ട്രീയ പാർട്ടിയായി പരിണമിച്ചിരിക്കുന്നു. നോക്ക് നിങ്ങൾ, സമസ്ത അജീയമായി തലയുയർത്തി നിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ പറയട്ടെ. അപ്പോൾ സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുക നമ്മുടെ ബാധ്യതയാണ്. അത് ദീനിനെ സംരക്ഷിക്കലാണ്. ആ സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ കേരളത്തിൽ അജയ്യമായി നേതൃത്വം കൊടുക്കുന്ന 100 കൊല്ലത്തെ പാരമ്പര്യമുള്ള തീരുമാനങ്ങൾ മാറ്റാത്ത, നയ നിലപാടുകൾ മാറ്റാത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട്. അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയി സമസ്തക്ക് ശക്തി പകർന്നുകൊണ്ട് നാം എല്ലാവരും സമ്മേളനം മഹാസംഭവമാക്കി മാറ്റാൻ സർവാത്മന രംഗത്ത് വരിക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ ആൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.